2020 ലോകകപ്പിൽ ഇന്ത്യ വിയർക്കുകയാണ്. 3 വിക്കറ്റുകൾ നഷ്ടമായിരിക്കുകയാണ്. MG മിഥുൻ ചേരുന്നു. മിഥുൻ, ബാർബഡോസിൽ നിന്ന് വരുന്നത് ഒട്ടും സന്തോഷകരമായ വാർത്തയല്ല. 3 വിക്കറ്റുകൾ നഷ്ടമായിരിക്കുന്നു. സൂര്യകുമാർ യാദവും മടങ്ങിയിരിക്കുന്നു. എന്താണ് ഏറ്റവും ഒടുവിലത്തെ വിവരം? തീർച്ചയായും വളരെ ദുഃഖകരമായ വാർത്ത തന്നെയാണ് പുറത്തു വരുന്നത്. കാരണം ഇപ്പോൾ 3-ാം വിക്കറ്റ് ഇന്ത്യക്ക് നഷ്ടമായിരിക്കുന്നു. സൂര്യകുമാർ യാദവ് 3 റൺസ് എടുത്ത് പുറത്തായിരിക്കുന്നു എന്നാണ്. 4 പന്ത് നേരിട്ട താരം ഉയർത്തി അടിക്കാൻ ശ്രമിച്ച പന്ത് അത് മാഗ്നസ് ക്ലാസിന്റെ കൈകളിലേക്ക് ഒതുങ്ങിയായിരുന്നു. മികച്ചൊരു ക്യാച്ച് തന്നെയാണ് ദക്ഷിണാഫ്രിക്കൻ താരത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. കഗീസോ റബാഡ എറിഞ്ഞ 4-ാം ഓവറിലാണ് ഈ ഒരു വിക്കറ്റ് നേടുകയും ചെയ്തത്. എന്തായാലും ഇപ്പോൾ നിലവിൽ അക്ഷർ പട്ടേലിന് സ്ഥാനക്കയറ്റം നൽകിയിരിക്കുന്നു. ഒരു ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് ഹാൻഡ് കോമ്പിനേഷൻ നൽകുന്നതിന് വേണ്ടിയായിരിക്കാം ഒരുപക്ഷെ അക്ഷർ പട്ടേലിനെ സ്ഥാനക്കയറ്റം നൽകി ഇപ്പോൾ ഇറക്കിയിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ മുൻ മത്സരങ്ങളിലൊക്കെ തന്നെ മികച്ച രീതിയിൽ ഓൾറൗണ്ട് പ്രകടനം പുറത്തെടുത്തിട്ടുള്ള താരമാണ് അക്ഷർ പട്ടേൽ. നിലവിലെ സാഹചര്യത്തിൽ ഒരു മികച്ച ടോട്ടൽ പടുത്തുയർത്തണമെങ്കിൽ അത് വളരെ ദുഷ്കരമാണ്. കാരണം തുടർച്ചയായി ഇങ്ങനെ വിക്കറ്റ് പോവുകയാണ്, പ്രധാനപ്പെട്ട താരങ്ങൾ പുറത്താകുന്നു. ആദ്യം രോഹിത് ശർമ്മ തുടക്കത്തിലെ തന്നെ ഒരു ആക്രമണ ബാറ്റിംഗ് പുറത്തെടുത്തു എങ്കിൽ പോലും തന്നെ അദ്ദേഹത്തിന് പന്ത് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കാതെ കേശവ് മഹാരാജിന് മുന്നിൽ കുടുങ്ങുന്നു. ഒപ്പം തന്നെ തൊട്ടു പിന്നാലെ എത്തിയ ഋഷഭ് പന്തും സമാന രീതിയിൽ നേരിട്ട ആദ്യ പന്തിൽ തന്നെ പുറത്താകുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നു. പിന്നീടെത്തിയ സൂര്യകുമാർ യാദവ് ഒരുപക്ഷെ മികച്ചൊരു ടോട്ടലിലേക്ക് വിരാട് കോഹ്ലിയും ചേർന്ന് സൂര്യകുമാർ യാദവ് മികച്ചൊരു ടോട്ടൽ പടുത്തുയർത്തുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചുവെങ്കിൽ പോലും തന്നെ ആ ഇന്നിംഗ്സും ഇപ്പോൾ വിഫലമാകുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. സൂര്യകുമാർ യാദവും 3 റൺസ് എടുത്ത് മടങ്ങുന്ന കാഴ്ച അത്തരത്തിൽ ദുഃഖകരമായ വാർത്ത തന്നെയാണ് ഈ ഒരു ലോകകപ്പ് വേദിയിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്യുന്നത്. എന്തായാലും വലിയൊരു ടോട്ടലിലേക്ക് കടക്കേണ്ടതായിട്ടുണ്ട്. ആദ്യ 2 ഓവറിൽ നമ്മൾ ആദ്യ 10 ബോളുകളിൽ നമ്മൾ കണ്ട ആ ഒരു ശുഭവാർത്തയല്ല ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. 3 വിക്കറ്റുകൾ നഷ്ടമാകുന്നു ഇന്ത്യക്ക് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഇനി വളരെ കരുതലോട് കൂടി തന്നെ മുന്നോട്ട് പോകണം. അതല്ല എങ്കിൽ ഇന്ത്യക്ക് കിരീടത്തിലേക്ക് എത്തുക എന്നുള്ളത് ഒരു അല്ലെങ്കിൽ 5 ഓവർ കഴിയുമ്പോഴേക്ക് 3 വിക്കറ്റ് നഷ്ടമായിരിക്കുന്നു. അപ്പോഴും റൺ റേറ്റ് 7.69 ആണ്. ഇപ്പോഴും റണ്ണുകൾ കൂടുന്നുണ്ട്. 3 വിക്കറ്റിന് 41 എന്ന നിലയിൽ എത്തിയിരിക്കുന്നു. അത് ഒരു ആശ്വാസകരമായ സാഹചര്യമല്ലേ റൺ കണ്ടെത്താൻ കഴിയുന്നത്? രേണുക, ഈ 7.61 എന്ന് പറയുന്നത് 2020 ഒരു മികച്ച റൺ റേറ്റ് അല്ല എന്നുള്ളത് തന്നെയാണ്. കാരണം പവർ പ്ലേ ഓവറുകളിൽ മികച്ച രീതിയിൽ മുന്നേറ്റം നടത്തിയില്ല എങ്കിൽ അത് പിന്നീടുള്ള ഓവറുകളിൽ 6 ഓവറാണ് പവർ പ്ലേ എന്ന് പറയുന്നത്. 6 ഓവറിന് ശേഷം കൂടുതൽ ദുഷ്കരമാകും. ഫീൽഡേഴ്സ് 30 യാർഡ് സർക്കിളിന് പുറത്തേക്ക് പോവുകയും ചെയ്യും. അത്തരത്തിൽ കൂടുതൽ ആക്രമണ രീതിയിൽ പിന്നീടുള്ള ഓവറുകളിൽ കളിക്കാൻ പറ്റില്ല എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ 6 ഓവറിൽ കൂടുതൽ റൺ അടിച്ചെടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. പക്ഷേ അത് സാധിക്കാതെ പോകുന്നു എന്നുള്ളതാണ്. തുടക്കത്തിലെ ആദ്യ 10 ബോളിൽ അത് സാധിച്ചുവെങ്കിൽ പോലും തന്നെ ഇപ്പോൾ 41 റൺസ് നേടിയെങ്കിൽ പോലും തന്നെ ഇനി അങ്ങോട്ടുള്ള ഓവറുകളിൽ അത് വളരെ നിർണായകമാണ്. കൂടുതൽ റൺ റേറ്റ് ഉയർത്തേണ്ടതായിട്ടുണ്ട്. വലിയൊരു മികച്ച ടോട്ടലിലേക്ക് എത്തേണ്ടതായിട്ടുണ്ട്. കാരണം നിലവിൽ 160 എന്നുള്ള ഒരു ആവറേജ് സ്കോറാണ് ഇവിടെ ലഭ്യമാകുന്നത് എങ്കിൽ പോലും തന്നെ അത് പിന്നീടെത്തുന്ന രണ്ടാമത് ബാറ്റ് ചെയ്യുന്ന ടീമിന് അത് അത്രത്തോളം ചേസ് ചെയ്യാൻ എളുപ്പമല്ല എങ്കിൽ പോലും തന്നെ ഇന്നത്തെ പിച്ചിൽ ഈ ഒരു ആവേശ പോരാട്ടത്തിൽ തയ്യാറാക്കിയിരിക്കുന്ന പിച്ച് അത് റണ്ണൊഴുകുന്ന പിച്ചാണ്. അത് ഏത് തരത്തിൽ പെരുമാറും. ഒപ്പം തന്നെ ഈ ഒരു മാച്ച് കടന്നു പോകുമ്പോൾ തന്നെ ഏതെങ്കിലും തരത്തിലൊരു അനുകൂലകരമായി ഒരു മഴയടക്കമുള്ള സാധ്യതകൾ വരികയാണെങ്കിൽ, ഒരു പ്രതികൂല കാലാവസ്ഥ വരികയാണെങ്കിൽ അത് വലിയ രീതിയിൽ തിരിച്ചടിയാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് പിന്നീട് രണ്ടാമത് ബാറ്റ് ചെയ്യുന്ന ബാറ്റർമാർക്ക് കൂടുതൽ അനുകൂലമാകൂ എന്നുള്ള അടക്കമുള്ള ആശങ്കകളുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി കൂടുതൽ കരുതലോടെ വേണം മുന്നോട്ട് പോകാൻ. റൺ റേറ്റ് വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ റൺ റേറ്റ് കുറച്ച് കാണാൻ സാധിക്കില്ല. റൺ റേറ്റ് ഉയർത്തി തന്നെ മികച്ച രീതിയിൽ ഒരു കരുതലോട് കൂടി തന്നെ മുന്നോട്ട് പോകുക എന്നുള്ളത് തന്നെയാണ് ഇനി ഇന്ത്യയെ സംബന്ധിച്ച വലിയ ടോട്ടലിലേക്ക് എത്താൻ സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. തീർച്ചയായും മിഥുൻ, ആദ്യ 2020 ലോകകപ്പ് ജേതാക്കളായിരുന്നു ഇന്ത്യ. പക്ഷേ പിന്നീട് നമ്മൾ പല ഫോമാറ്റിലും ഫൈനലിൽ നിർഭാഗ്യം ഇന്ത്യയെ പിന്തുടരുന്നത് കണ്ടിരുന്നു. ഇന്ന് ഇത്തരമൊരു നിർണായക മാച്ചിന് കടക്കുമ്പോഴും അത്തരം ചർച്ചകൾ സജീവമായിരുന്നു. ഇതിപ്പോൾ ഈ തുടക്കം ഒരു മോശം അവസ്ഥ ഇന്ത്യയെ സംബന്ധിച്ച് ഉണ്ടാക്കും എന്ന ആ ആധി കുറച്ചുകൂടി കൂട്ടുകയാണ്. തീർച്ചയായും. അതായത് ഇപ്പോൾ ഏക ആശ്വാസം വിരാട് കോഹ്ലി ക്രീസിലുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏതൊരു ക്രിക്കറ്റ് പ്രേമിയെ സംബന്ധിച്ച്, ഏതൊരു ഇന്ത്യൻ ആരാധകരെ സംബന്ധിച്ചും വളരെ ആശ്വാസകരമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാഴ്ച. വിരാട് കോഹ്ലി ഇപ്പോഴും ക്രീസിൽ തുടരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷ ഇന്ത്യക്കുണ്ട്. ഇന്ത്യ കിരീടം കൊണ്ടേ തിരിച്ചു വരൂ എന്നുള്ളൊരു ആത്മവിശ്വാസം ഇപ്പോഴും ആരാധകർക്കുണ്ട്. വിരാട് കോഹ്ലി ക്രീസിൽ തുടരുന്നത് എന്തായാലും മറ്റുള്ള, അതായത് ദക്ഷിണാഫ്രിക്കയെ സംബന്ധിച്ച് അവർക്ക് ഭയപ്പാടുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. വലിയ ഇന്നിംഗ്സ് പടുത്തുയർത്താൻ വിരാട് കോഹ്ലി കൊണ്ട് സാധിച്ചാൽ അത് ദക്ഷിണാഫ്രിക്കയ്ക്ക് വലിയ തിരിച്ചടിയാകും. അതുകൊണ്ട് തന്നെ
ക്രീസിൽ വിരാട് കോഹ്ലി ഉണ്ടായതുകൊണ്ട് തന്നെ ഒരു ഫോമിലേക്ക് അദ്ദേഹം തിരിച്ചു വരുന്നു എന്നുള്ളൊരു സൂചന തന്നെയാണ് നമുക്ക് ഇത്രയും നേരം അദ്ദേഹം ക്രീസിൽ തുടരുന്നതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം കഴിഞ്ഞ മത്സരങ്ങളിലൊന്നും തന്നെ ഇത്രയും രീതിയിൽ പിടിച്ചു നിൽക്കാൻ വിരാട് കോഹ്ലിക്ക് സാധിച്ചില്ലായിരുന്നു, താളം കണ്ടെത്താൻ സാധിച്ചില്ലായിരുന്നു. തുടക്കത്തിലെ തന്നെ വിക്കറ്റ് വലിച്ചെറിഞ്ഞ് പുറത്തേക്ക് പോകുന്നതാണ് കണ്ടതെങ്കിൽ ഈ ഫൈനൽ പോരാട്ടത്തിൽ, ആവേശ പോരാട്ടത്തിൽ വിരാട് കോഹ്ലി ടീമിന് ഊർജം പകരുന്നത് പോലെ തന്നെ മികച്ച രീതിയിൽ ഫോം കണ്ടെത്താൻ സാധിക്കുന്നു. ആദ്യ ബോളുകൾ തന്നെ അതിന് ഒരു സൂചന തന്നെയാണ് നൽകുകയും ചെയ്ത. ആദ്യ തുടക്കത്തിൽ തന്നെ ഒരു ആക്രമണ ബാറ്റിംഗ് കാഴ്ചവെക്കാൻ വിരാട് കോഹ്ലിയുടെ ഭാഗത്തും കാണാൻ സാധിക്കുന്നു. നേരിട്ട ആദ്യ 2 പന്തുകൾ അദ്ദേഹം ബൗണ്ടറി കടത്തുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇന്നിംഗ്സിൽ അദ്ദേഹം മുന്നോട്ട് കൊണ്ടുപോയാൽ ഇന്ത്യയെ സംബന്ധിച്ച് അതൊരു സേഫ് സോൺ തന്നെയാണ്. ഇന്ത്യയെ സംബന്ധിച്ച് വളരെ ആശ്വാസകരമായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ്. എന്തായാലും മികച്ച ഒരു ടോട്ടലിലേക്ക് ഇപ്പോഴും എത്താൻ ഇന്ത്യക്ക് സാധിക്കും. എന്തായാലും 15 ഓവറുകൾ ബാക്കിയുണ്ട്. ഈ പിച്ചിൽ നേരത്തെ ഇന്ത്യ കളിച്ചതാണ് അഫ്ഗാനിസ്ഥാനെതിരെ. അപ്പോൾ 180 റൺസ് പടുത്തുയർത്തിയാണ് അന്ന് ക്യൂറേറ്റർമാരും ഒപ്പം തന്നെ കായിക നിരീക്ഷകരും ഒക്കെ പറഞ്ഞത് 20 റൺസ് മേൽക്കെയാണ് ഇന്ത്യ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഭയപ്പാടൊന്നും വേണ്ടിയില്ല. അതുകൊണ്ട് തന്നെ അഫ്ഗാനിസ്ഥാനെ അനായാസം മറികടക്കാൻ ഇന്ത്യക്ക് സാധിച്ചു. പക്ഷേ അഫ്ഗാനിസ്ഥാൻ അല്ല ഇപ്പോൾ ഫൈനൽ പോരാട്ടത്തിലുള്ളത്, ദക്ഷിണാഫ്രിക്കനെതിരെയാണ്. ദക്ഷിണാഫ്രിക്കയുടെ ലോകോത്തര താരങ്ങളുണ്ട്. നേരത്തെ AB de Villiers-ഉം ഒപ്പം തന്നെ ഡുപ്ലസിസ് അടക്കമുള്ള പ്രധാനപ്പെട്ട താരങ്ങളൊക്കെ ഉണ്ടായിരുന്ന അതേ പ്രധാനപ്പെട്ട താരങ്ങളുള്ള ഒരു നിര കൂടിയാണ് ഇത്തവണത്തെ ദക്ഷിണാഫ്രിക്കൻ നിര. അവർക്ക് ഒരു കപ്പ് എന്ന് പറയുന്നത് കപ്പിനും ചുണ്ടനും ഇടയിൽ പല തവണ അവർക്ക് നഷ്ടപ്പെട്ടതാണ്. സെമി ഫൈനലിലൊക്കെ തന്നെ പല കുറി അവർ വന്ന് നിരാശയോടെ മടങ്ങുന്നത് നമ്മൾ കാണുകയും ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ എയ്ഡൻ മാർക്രം എന്ന അവരുടെ ഒരു ഭാഗ്യതാരം നേരത്തെ അണ്ടർ 19 ലോകകപ്പിലൊക്കെ തന്നെ പ്രധാനപ്പെട്ട മികച്ച മുന്നേറ്റം നടത്തിയിട്ടുള്ള ഒരു താരം കൂടിയാണ്. അങ്ങനെ എയ്ഡൻ മാർക്കറത്തിലൂടെ അവർക്കൊരു കിരീടം സ്വന്തമാക്കുക എന്നുള്ള ലക്ഷ്യമുണ്ട്. അത് ഇത്തവണ സാധ്യമാക്കാൻ അവർ ഏത് രീതിയിലും പ്രവർത്തിക്കും, ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് തുടക്കത്തിലെ അവർക്കൊരു പാളിച്ച പറ്റിയെങ്കിൽ പോലും തന്നെ ആ പാളിച്ച തിരിച്ചറിഞ്ഞുകൊണ്ട് മികച്ച രീതിയിൽ പന്തെറിയാൻ സാധിക്കുന്നു, ബാറ്റ്സ്മാൻമാരെ വലിഞ്ഞു കെട്ടാൻ സാധിക്കുന്നു, 3 ഇന്ത്യയുടെ പ്രധാനപ്പെട്ട താരങ്ങളെ മടക്കാൻ സാധിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. എന്തായാലും നിലവിൽ രോഹിത് ശർമ്മയുടെ ആ ഒരു വിക്കറ്റ് അത് ഇന്ത്യയെ സംബന്ധിച്ച് വളരെ തിരിച്ചടി തന്നെയാണ്. കാരണം മുൻ മത്സരങ്ങളിലൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ ആ ഒരു ബാറ്റിംഗ് പ്രകടനം തന്നെയാണ് ഇന്ത്യക്ക് കരുത്താകുകയും ചെയ്തത്. പക്ഷേ ഇന്ന് ആ ഒരു പ്രകടനം രോഹിതിന്റെ ഭാഗത്തൊന്നും ഉണ്ടാകുന്നില്ല. നേരത്തെ 7 മാസങ്ങൾക്ക് മുമ്പ് നടന്ന ഏകദിന ലോകകപ്പിലും സമാന സാഹചര്യം തന്നെയായിരുന്നു. രോഹിത് ശർമ്മയ്ക്ക് ഫൈനലിൽ ഒരു മികച്ച പ്രകടനം പുറത്തുവരുത്താൻ സാധിച്ചില്ല. അതേ രീതിയിൽ തന്നെ ക്യാപ്റ്റൻ ഈ ഒരു ഇന്നിംഗ്സ് അവസാനിപ്പിച്ച് 9 റൺസ് മാത്രം നേടി പുറത്താകുന്ന ഒരു സ്ഥിതിവിശേഷം. ഋഷഭ് പന്ത് തൊട്ടു പിന്നാലെ എത്തി ആദ്യ പന്ത് തന്നെ പുറത്താകുന്നു. സൂര്യകുമാർ യാദവ് കഴിഞ്ഞ മത്സരങ്ങളെ പോലെ തന്നെ ഇന്ത്യക്ക് കരുതാകുമെന്ന് പ്രതീക്ഷിച്ചുവെങ്കിൽ പോലും തന്നെ സൂര്യകുമാർ യാദവും വിക്കറ്റിന് മുന്നിൽ നമുക്ക് കാണാൻ സാധിച്ചു. എന്തായാലും ഇനിയും മത്സരം കൈവിട്ടിട്ടില്ല. ഇനിയും വലിയ മുന്നേറ്റം നടത്താൻ ഇന്ത്യയെ സംബന്ധിച്ച് സാധിക്കുകയും ചെയ്യും. വിരാട് കോഹ്ലി എന്ന പ്രധാനപ്പെട്ട താരമുണ്ട്. അതുകൊണ്ട് തന്നെ വലിയൊരു സ്കോർ. എന്തായാലും ഇന്ത്യയെ സംബന്ധിച്ച് 2020 ലോകകപ്പിൽ മോശം തുടക്കമാണ്, ആരാധകരെ നിരാശപ്പെടുത്തുന്ന തുടക്കമാണ്. വിരാട് കോഹ്ലി മാത്രമാണ് ഏക ആശ്വാസമായി ക്രീസിലുള്ളത്.